ശരീരമില്ലാത്ത ഒരു എൻറ്റിറ്റിക്ക് ഒരുവനിൽ ഇടപെടാൻ സാധിക്കുന്നത് അവൻ്റെ ആത്മവിശ്വാസക്കുറവിലൂടെയാണെന്നാണ് സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരു സാധകൻ്റെ സാധനാ വഴിയിൽ അവനുണ്ടാകുന്ന വിഘ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉപാസനകളിലൂടെ അവൻ കടന്നു പോകാറുണ്ടെന്നും സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഉപാസനമൂർത്തിയും ഈ സാധനങ്ങൾ ഇടപെടുന്നത് ഈ ആത്മവിശ്വാസക്കുറവിലൂടെ തന്നെ ആയിരിക്കണമല്ലോ, അല്ലാതെ ഏത് വഴിയിൽ ഇടപെടുന്നത്? അപ്പം ഒരു ആത്യന്തികമായിട്ട് ഇവൻ ആത്മവിശ്വാസം ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനൊരു ഇടപെടൽ അവൻ സാധ്യമാക്കുന്നത് എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ ഈ ദൈവചിന്തനത്തിൽ പറയുന്ന വിഷയം ഇത് തന്നെയാണ്. ദേവതകളെ ഉപാസിക്കുന്നതുകൊണ്ട് തിരക്കിടൊന്നുമില്ല. ദേവതകളെ ഉപാസിക്കുന്നതുകൊണ്ട് അവരവരുടേതായ ദേവതകളുടേതായ ലോകത്തിൽ തന്നെ ചെന്ന് പതിക്കേണ്ടി വരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേ ദേവതകളെ ഉപാസിക്കുന്നത് നിരോധിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് ദേവതകളെ ഉപാസിക്കാൻ താല്പര്യമുള്ളവർക്ക് ദേവതകളെ ഉപാസിക്കാം. പക്ഷേ അതിൻ്റേതായ ചില എന്ത് ചെയ്യുന്നതിനും ഫലമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ ഫലം എന്ന് പറയുന്നത് ആ ലോകങ്ങളിൽ പോയി പതിക്കുക എന്നുള്ളതാണ്, മാനസികമായിട്ടുള്ള ലോകങ്ങളിൽ പോയി പതിക്കുക. അപ്പോൾ മാത്യുവിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസക്കുറവിൽ നിന്നല്ലേ ആ ദേവതകളുടെ ഉപാസനകൾ ഉണ്ടാകുന്ന, അല്ല ഉപാസനകളിൽ കൂടി അവർ ഇടപെടുന്നതെന്നല്ലേ ചോദ്യം. പക്ഷേ അതിന് മുമ്പൊരു കാര്യമുണ്ട്. ഈ ഇടപെടാനുള്ള അവസരം ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാ? ഗവൺമെൻറ്റാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? ആണോ? ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? അവരവർ ക്ഷണിച്ചാൽ പിന്നെ വരാതിരിക്കാൻ നോക്കുമോ? അവർ കാത്തിരിക്കുകയല്ലേ, ആരുടെ മനസ്സിലാണ് ഇടപെടേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ആലോചിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഇടപെടിക്കാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല. ഇടപെടിക്കാൻ പോവുകയാണെങ്കിൽ അതല്ല, ആ ഉപാസന എന്ന് പറയുന്നത് പുറകെ നടക്കുന്നു, അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉപാസനാമൂർത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ തന്നെ സാധകൻ തന്നെ ക്ഷണിച്ചു വരുന്നതാണ്. അപ്പോൾ സാധകൻ്റെ ക്ഷണം കൊണ്ടാണ് അവർ ഇടപെടലുകൾ ഉണ്ടാക്കുന്നത്, അല്ല അവരുടേതായൊരു ഇടപെടലില്ല. പിന്നെ അപ്പോൾ ചോദിക്കാം, ഒരിക്കലും അങ്ങനെ വിചാരിക്കാത്ത ചില വ്യക്തികളിൽ അത്തരത്തിലുള്ള ഇടപെടൽ വന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് അവർ മുൻപ് ആ ഇൻവിറ്റേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, ആ ക്ഷണം നടത്തിയിട്ടുണ്ട്, അവരറിയുന്നില്ല എന്നുള്ളത്. അല്ല ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി തമ്മിലുള്ളൊരു ബന്ധം അവിടെ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് ആ ബന്ധം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇച്ഛ തന്നെയാണ് അവിടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇച്ഛ കൊണ്ട് തന്നെയാണ് അതും വരുന്നത്. അവരുടെ പ്രവർത്തനവും നമ്മുടെ പ്രവർത്തനവും അത് കഴിഞ്ഞുള്ള നമ്മുടെ വികസനവും നമുക്ക് വരുന്ന പുരോഗമനവും ഒക്കെ നമ്മൾ തന്നെ ആത്യന്തികമായി നമ്മൾ തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്രമാത്രം നമ്മുടെ കാര്യത്തിൽ ഇടപെടാം എന്നുള്ളത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തീരുമാനിക്കുന്നു. അപ്പോൾ മാത്യു യേശു ക്രിസ്തുവിനെ ഉപാസിക്കുന്നു. അദ്ദേഹത്തിന് പറഞ്ഞ ചില രീതികളുണ്ട്. അല്ലാതെ നമ്മൾ തീരുമാനിക്കുന്ന രീതി വഴി അദ്ദേഹം വഴങ്ങുമോ? എനിക്കറിഞ്ഞൂടാ. വഴങ്ങുമോ? ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില രീതികളുണ്ട്. ആ രീതികളെല്ലാം അനുവർത്തിക്കാൻ മാത്യു പരാജയപ്പെടുന്നിടത്ത് ഈ ഇടപെടൽ കുറഞ്ഞു വരുന്നില്ലേ? അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളവിടെ പിന്നെ അനുസരിച്ചാലല്ലേ അങ്ങനെ ഒരു ഇടപെടൽ നടക്കുകയുള്ളൂ, അല്ലേ? അതാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഇടപെടുന്നാൽ മാത്രമേ നമുക്കിങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ ആ ഇടപെടലിന് പൂർണ്ണമായ സ്വീകരണമുണ്ട്, റിസപ്ഷനുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരിങ്ങോട്ട് വന്ന് ഇടപെടുകയല്ല. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് അല്ലേ, അതല്ലേ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസിൻ്റേതായ അഭാവം എന്ന് പറയുന്നത് മങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള സ്വാധീനങ്ങളോ താല്പര്യങ്ങളോ ഒക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. അതുവഴി പുതിയൊരു കോൺഫിഡൻസിലേക്ക് പ്രവേശിക്കുന്നു. അതുവഴി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് മതങ്ങൾ അത്തരത്തിലുള്ള വഴികൾ മുന്നോട്ടിടുന്നത്. കാരണം അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നുള്ള അർത്ഥത്തിലാണ്. അത് തെറ്റായൊരു വഴിയല്ല. മനസ്സിലായില്ല? വാസനകൾ ഈ ലോകത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തതായിട്ട് ഒരു വഴിയുമില്ല മാത്യു. എല്ലാ വഴികളിൽ കൂടി പോയാലും സത്യത്തിൽ വിധ്വംസകമായ വഴികളിൽ കൂടെ പോയാലും അവൻ പഠിച്ച് എത്തും. നല്ല വഴി കൂടെ പോയാൽ അധികം അടികൊള്ളാതെ പോവാം, അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏത് വഴി കൂടെ പോയാലും എത്താൻ തന്നെ പോകുന്നത്. എല്ലാ വഴികളും അങ്ങോട്ട് തന്നെയാണ്, ബോധത്തിലേക്ക് തന്നെയാണ്. മറ്റേ വളവും തിരിവും കയറ്റവും ഇറക്കമൊക്കെ ഉള്ളൊരു വഴിയാണ്, അത്രയേ ഉള്ളൂ. അല്ല, ആ വഴി കൂടെ പോകണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ആ വഴി കൂടെ പോകാം എന്നാണ് പറഞ്ഞത്. മറ്റ് വഴികൾ കൊള്ളൂല്ലെങ്കിലല്ലേ. ഇപ്പോൾ മാത്യു ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്, 2-3 വഴികൾ കണ്ടു. അവിടെ ചെന്ന് നിർത്തിയിട്ട് ഞാനതുവഴി നടന്നു വരികയാണ്, ഒരു വഴിപോക്കനാണ്. എന്നോട് ചോദിക്കുകയാണ്, ഈ വഴി ഇന്നടത്ത് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഈ 3 വഴി ഇതുവഴി പോകും സാർ, പക്ഷേ ഈ കൂട്ടത്തിൽ ഈ വഴിയാണ് നല്ലത് എന്ന് എന്തുകൊണ്ട് പറയുന്നു? മറ്റേ വഴികളിൽ അപകടങ്ങളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അസൗകര്യമുള്ളതുകൊണ്ടോ യാത്ര സുഗമല്ലാത്തതുകൊണ്ടോ സാർ ഇതുവഴി പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ പറയാനൊരു കുറവ് മറ്റ് വഴികൾക്കില്ലെങ്കിലോ ഞാൻ എന്ത് പറയണം? 3 വഴികളിൽ കൂടി എത്തും, ഒരു വഴി കുറച്ച് താമസിക്കും എന്ന് വേണേൽ പറയാം, ഒരു വഴിയിൽ കുറേ വളവും തിരിവുണ്ടെന്ന് പറയാം, അങ്ങനെയും പറയാം. ഇത്രയല്ലേ പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു വഴികളും മോശമല്ല. വഴികളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് പുതിയൊരു വഴി ഉണ്ടാക്കുന്ന ആളാണ് പല ഗുരുക്കന്മാരും. പാത്ത്ലെസ് എന്നൊക്കെ പറയാറുണ്ട്. ചുമ്മയാണ്, വെറുതെയാണ്. ദേ ക്രിയേറ്റ് എ പാത്ത്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ദേ വിൽ ക്രിയേറ്റ് എ പാത്ത്. നമ്മളൊരു ഞാനെപ്പോഴും പറയും, ഒരു മൈതാനത്തിൻ്റെ ഒരു കോണിൽ നിന്ന് ആ മറ്റേ ഡയഗണലായിട്ട് നമുക്ക് സഞ്ചരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് എത്ര വഴിയുണ്ടാകാം. നമുക്ക് ആ വക്കത്തൂടെ അറ്റത്തൂടെ പോയി ഇങ്ങനെ പോവാം, 90 ഡിഗ്രി തിരിഞ്ഞ് പോവാം, ഇപ്പുറത്തൂടെ തിരിച്ച് 90 ഡിഗ്രി തിരിഞ്ഞ് പോവാം, കുറുക്കേ അങ്ങ് നടക്കാം, ഒരടി മാറി അങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ട് നടക്കാം. ഇങ്ങനെ എങ്ങനെ സഞ്ചരിച്ചാലും ആ മൈതാനത്തിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പോട്ടിലേക്ക് നടക്കാൻ പറ്റില്ലേ? സോ ദ ലാൻഡ് ഈസ് ഓഫ് ന്യൂമറസ് പാത്ത്സ്. അങ്ങനെ വരുമ്പോൾ പാത്ത്ലെസ് ആണെന്ന് പറയാം. എങ്ങനെ? അതിന് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല എന്ന് പറയുന്നതാണ് എളുപ്പം. കാരണം എന്താ, എങ്ങനെ നടന്നാലും അങ്ങെത്തും. അതാണ് നമ്മൾ പാത്ത്ലെസ് ആണെന്ന് പറഞ്ഞിട്ടൊരു പാത്ത് ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് പാത്തുകളെല്ലാം സാകല്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയാണ് അവരൊക്കെ വിജയത്തിലേക്കും കൊണ്ടുപോകും. അതിൻ്റേതായ വഴി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഓരോരുത്തരുടെ. നേരത്തെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ കർമ്മത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഓരോരുത്തരും ഓരോ വഴിയിൽ ചെന്ന് വിടുന്നു, കുറേ ദൂരം സഞ്ചരിക്കുന്നു, അപ്പോഴത്തേക്ക് ശരീരം വിടുന്നു, വീണ്ടും വന്ന് വേറൊരു വഴി കൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ എത്രയോ വഴികളായിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നിരിക്കുന്നു എന്നറിയാമോ? എത്രയോ സന്യാസിമാരായിട്ടോ അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടോ അല്ലെങ്കിൽ കൊലപാതകികളായിട്ടോ ഒക്കെ പല വഴികൾ കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർമ്മ വരുമ്പോൾ ഇതൊരു നല്ല രസമാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കും പോലെ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. വൃദ്ധസ്ഥാവ ചിന്താസക്ത എന്ന് പറയുമ്പോൾ പലരും നമ്മൾ വിചാരിക്കാറുണ്ട് വൃദ്ധനായിരിക്കുന്നവൻ ചിന്തയിലും മുഴുകിയിരിക്കുന്നു. വാസ്തവത്തിൽ ജ്ഞാനവൃദ്ധനായിരിക്കുന്നവൻ അവൻ്റെ പൂർവകർമ്മ സ്മൃതികളിലേക്കും അവൻ പോകുന്നുണ്ട്. അതൊരു ചിന്തയാണ്. ബുദ്ധൻ്റെ ജാതകതകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞ് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഗൗതമ ബുദ്ധൻ. അതുപോലെ ജ്ഞാനവൃദ്ധനായി കഴിയുമ്പോൾ, ജ്ഞാനിയായി കഴിയുമ്പം നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചെയ്തികളും നമുക്ക് ഓർമ്മ വരും. അപ്പോഴും രസകരമായ ഒരു സിനിമ കാണുന്ന പോലെയാണ്. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ഇന്ന ജന്മത്തിൽ ഇന്നതുപോലെ ചെയ്ത പോലെ ആയിരിക്കുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? അതാണ് നിത്യമായിരിക്കുന്ന ഒരു എൻജോയ്മെൻറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആനന്ദം അങ്ങനെയുമാണ്, തിരിച്ചറിവിൻ്റേതായ ആനന്ദമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സംഗതി കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് മറ്റേ പണ്ട് നമ്മുടെ സിദ്ധിക്ക് തൃശ്ശൂർ ഊരകത്ത് കിടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധിക്ക് മനഃപൂർവ്വം വരായിരുന്നു, റംസാനായിരുന്നു അല്ലേ? എനിക്ക് മതവുമില്ല ഒന്നുമില്ല ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ പെരുന്നാളാണ് പറഞ്ഞ് വരായിരുന്നു. പിന്നെ ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറയാം, എന്നാൽ ഊരകത്ത് വന്ന പോലെ എന്ന് പറഞ്ഞ് പറയായിരുന്നു. ഇപ്പം നിർത്തി, പറഞ്ഞ് മടുത്തു, അപ്പം നിർത്തി എന്ന് പറയുന്ന പോലെ നമ്മൾ പറയാറില്ലേ, ഇത് മറ്റേ ആ കഥ പറഞ്ഞ പോലെയായി എന്ന് പറയില്ലേ? നമ്മളൊരു സംഗതി കേൾക്കുമ്പോൾ ഇത് മറ്റേ കഥയിലെ ഇതുപോലെ ആയിപ്പോയല്ലോ എന്ന് പറയില്ലേ? ഒരു ഉപമ നമ്മൾ ഉപയോഗിക്കില്ല. ഇതുപോലെ നമ്മുടെ നിത്യമായിരിക്കുന്ന പ്രവൃത്തികളിൽ നമ്മുടെ തന്നെ മുൻ പ്രവൃത്തികൾ പോലെയാണ് ആണല്ലോ
എന്ന് ആലോചിക്കുന്ന ഒരു രസകരമായ പ്രവൃത്തി നമുക്ക് വരും. അത് ഞാൻ മനസ്സിലായോ? നമ്മൾ തന്നെ ഒരു 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 ആക്ഷൻ ചെയ്യുമ്പോൾ വിചാരിക്കും, ഓ ഇത് പണ്ടത്തെ അല്ല അതുപോലെ ഇരിക്കുന്നു എന്ന് മനസ്സിലാലോചിക്കാൻ പറ്റുന്നൊരു സാഹചര്യം. ഇതാണ് ചിന്ത. ആ സമയത്തെ ചിന്ത പരിമിതമായിരിക്കുന്ന ഈ ശരീരത്തിലിരിക്കുന്ന കാര്യം മാത്രമല്ല, ശരീരങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിരിക്കുന്ന, വിവിധമായിരിക്കുന്ന ശരീരങ്ങളിൽ കൂടെ കടന്നു വന്നിരിക്കുന്ന കാലങ്ങളിലെ ചെയ്തികളെക്കുറിച്ചുള്ള ചിന്തയും അപ്പോൾ കടന്നു വരുന്നുണ്ട്. ശരി.